നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നിലെ ഗീവ് അവയുടെ വിന്നറിനെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അനൗൺസ് ചെയ്യാതെ നമ്മളെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കുക. ലോട്ടൊക്കെ ഇട്ടണം. കുറച്ചും കൂടെ ഇന്നലത്തെ വീഡിയോയിൽ കൂടെ നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കൂടെ കൺസിഡർ ചെയ്യാം. അപ്പം നാളെ മറ്റന്നാൾ ഒക്കെ ആയിട്ട് അനൗൺസ് ചെയ്യാം കേട്ടോ. ഒരു 1000 രൂപ അടുത്ത് വില, 1000 രൂപ അടുത്തല്ല, 1000 രൂപ വില വരുന്ന സാരിയാണ് സമ്മാനം. അപ്പോൾ ഇന്നത്തെ സാരി കാണിക്കാം. അടിപൊളിയായിട്ടുള്ള വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ. പക്ഷെ കണ്ടോ, ഈ എംബ്രോയിഡറി വർക്ക് ചെയ്ത് എന്ന് വെച്ചാൽ വിചിത്ര സിൽക്കിന് ഇപ്പോൾ ഉണ്ടല്ലോ, വിചിത്ര സിൽക്കിനകത്ത് ഇറങ്ങാത്ത വേർഷൻസ് ഇല്ല. അത് അത്രയ്ക്ക് ആൾക്കാർക്ക് സാരിയോട് ആ ഒരു സ്റ്റഫ് ഭയങ്കര കംഫർട്ടാണ്. അതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ വണ്ണമുള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും മെലിഞ്ഞവർക്കും എല്ലാവർക്കും ഒരുപോലെ ആബാലവൃദ്ധം എന്നൊക്കെ പറയുന്ന പോലെ ഏത് പ്രായക്കാർക്കും ഒരുപോലെ പറ്റുന്ന ഒരു സ്റ്റഫാണ് വിചിത്ര സിൽക്കിൻ്റെ. പിന്നെ അതിൻ്റെ ഒരു ഇച്ചിരി ഗ്ലോയി ആയിട്ടുള്ള ആ ഒരു ഇതും കൂടെ വരുമ്പോഴത്തേനും നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാക്കും. ഇതിപ്പോൾ വിചിത്ര സിൽക്കിൽ കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്ക് ചെയ്ത സാരി. എംബ്രോയിഡറി വർക്ക് ചെയ്തുകൊണ്ട് ഇതിന് 2000 അടുത്ത് റേറ്റ് ഉണ്ട്. അത് ഇത്രയും ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി ചെയ്തിരിക്കുന്നുണ്ട്. 2 സൈഡിലും മുന്താണിക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിന് ബ്ലൗസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആണ് ബ്ലൗസിൻ്റെ പാർട്ട് വരുന്നത്. വിത്ത് ബ്ലൗസ് ആയിട്ട് വരുമ്പോൾ കയ്യിൽ ഇങ്ങനെ ചെറിയ എംബ്രോയിഡറി വന്നിട്ട് അതാണ് ബ്ലൗസിൻ്റെ പാർട്ട് വരുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ കളർ ബ്ലൗസ് ഇടാനാണ് ഇഷ്ടമെങ്കിൽ അതിടാം. വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് ചെറിയൊരു സിൽക്കി എഫക്റ്റ് തരുന്ന ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ബ്ലൗസിൽ ഇടുകയും ചെയ്യാം. ഇതിപ്പോൾ ബ്ലാക്ക് ആണ് കളറ്. പിന്നെ പറഞ്ഞിട്ട് എപ്പോഴും പറയുന്ന പോലെ ചുരിദാറും തയ്ക്കാം, നല്ല അടിപൊളിയായിരിക്കും. വെറുതെ കളയണ്ടല്ലോ. അതിൻ്റെ കളേഴ്സ് കാണിക്കാം. നല്ല ബ്ലൂ ഷെയ്ഡ്, പിക്കർ ബ്ലൂ. ഇത്രയും നമ്മളൊന്ന് അല്ലാതെ എംബ്രോയിഡറി നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ കൊടുത്ത് നോക്കി. ഈ എംബ്രോയിഡറി വർക്ക് മാത്രം ചെയ്യുന്നതിന് കൊടുക്കേണ്ടി വരും 2000 എബോവ് റേറ്റ്. സത്യം ഞാൻ പറയാം, 2000 തീരത്തില്ല. നമ്മളൊക്കെ ചുരിദാറ് ചെയ്യിക്കുന്നല്ലേ, ചെറിയ ഇത്ര ചെയ്യണമെങ്കിൽ പോലും നല്ല റേറ്റ് ആവും. കാരണം നല്ല ആ ഒരു സിൽക്കി എഫക്റ്റ് കിട്ടുമ്പോൾ നല്ല ഫങ്ഷൻ വരെ സാരി നല്ല ഒതുങ്ങി കിടക്കുന്ന. എനിക്കിന്ന് പറഞ്ഞ പോലെ ഇത് കൊടുത്ത് കാണിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. സമയത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് എന്നാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഇത് ഉടുക്കണമെന്ന് ഒന്നിലുണ്ട് മിച്ചം കിട്ടിയാൽ അല്ലേ. ക്രീം, ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ. ഞാൻ പറഞ്ഞിട്ട് എനിക്കാണ് കോൺട്രാസ്റ്റ് ബ്ലൗസ് എല്ലാത്തിനും. ചിലതിനൊന്നും കോൺട്രാസ്റ്റ് ആ ഒരു ഓൾഡ് മോഡലിലേക്ക് പോകുമെങ്കിലും പക്ഷെ ചിലതിടുമ്പോൾ കോൺട്രാസ്റ്റ് ഇടുന്നത് നല്ലത്. ഇതിന് ഈ ഡാർക്ക് പിങ്ക് പീച്ച് ഷെയ്ഡുള്ള കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ ഇടുവാണെങ്കിൽ ഒത്തിരി ഭംഗിയാണ്, നല്ല രസമാണ് കാണാനേ. പിന്നെ ഇപ്പോൾ പറ്റി എല്ലാം കാണിച്ചിട്ട് നല്ലതാ എന്നല്ലേ പറയുള്ളൂ എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. എന്നെ കാണിച്ചാൽ നല്ലതാന്ന് പറയുന്നല്ലേ വിചാരിച്ചോ. നല്ലതുകൊണ്ടല്ലേ നല്ലതെന്ന് പറയുന്നത്. നല്ലതേ ഞാൻ നിങ്ങൾക്ക് തരൂ. എൻ്റെ നോട്ടത്തിൽ നല്ലതായതുകൊണ്ട് കേട്ടോ. എല്ലാവരുടെയും നോട്ടാന്ന് വെച്ചാൽ പറയും കാണുന്നവൻ്റെ കണ്ണിലെ സൗന്ദര്യം എന്ന് പറയുന്ന പോലെ എൻ്റെ കണ്ണിൽ സൗന്ദര്യം എന്ന് തോന്നുന്നതല്ല. ഞാനാണ് ഈ കടയുടെ പർച്ചേസ് മാനേജർ. ഞാൻ ഈ കടയുടെ ഓണറല്ല സത്യത്തിൽ, ഞാൻ ഈ കടയുടെ പർച്ചേസ് മാനേജറാണ്. എനിക്ക് ഓണർ എന്ന് പറയുന്നതിന് ചെയ്യാൻ ഇഷ്ടമുള്ള ഡ്യൂട്ടി അത് തന്നെയാണ്, പർച്ചേസ്. അതാണ് എനിക്ക് കടയെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഒരു ഹരവാണ്. എന്ത് യാത്ര പോകണമെങ്കിലും എനിക്ക് ഒരു മടിയില്ല. കരുതി വയലറ്റ് ഉടുക്കാൻ നല്ല സുഖം കേട്ടോ. അതിനകത്ത് നല്ല എളുപ്പമാണ് ഉടുത്ത് വെക്കാൻ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇത് വിചിത്ര സിൽക്കാണ്, നോർമലി ഉള്ള മെറ്റീരിയലാണെന്ന് പറഞ്ഞ് പോയി ഡിറ്റർജൻറ്റ് വാഷ്, നോർമൽ വാഷ് ചെയ്യരുത്. നിങ്ങൾ വാഷ് ചെയ്യില്ലെങ്കിൽ ഒന്നുകിൽ ഷാംപൂ വാഷ് അല്ലെങ്കിൽ ഡ്രൈ വാഷ്, ഇത് രണ്ടിലേതെങ്കിലും ചെയ്യുള്ളൂ. പെട്ടെന്നൊന്നും വാഷ് ചെയ്യേണ്ട കാര്യമില്ല. ഓരോരുത്തരൊക്കെ സാരി എടുക്കുന്നതിന് മുന്നേ അത് വാഷ് ചെയ്യും. ഇത് സാരി ഒന്നും അങ്ങനെ ഒന്നും എടുത്തു കഴിയുമ്പോഴേ വാഷ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെ അതുപോലെ ചുമ്മാ സാധാ ലോക്കൽ സാരി ഇല്ലേ, നമ്മളിപ്പോൾ പിന്നെ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള സിന്തറ്റിക് മിക്സ് ആയിട്ടുള്ള സാരി, വിലക്കൂടി സാരികളൊന്നും അങ്ങനെ ചാടിക്കറി വാഷ് ചെയ്യരുത്. വാഷ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെയിലത്ത് ഇടരുത്, തണലത്തിട്ട് ഉടുത്തിട്ട് ഉണക്കി അയൺ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ അപ്പോൾ മുഷിങ്ങുന്നൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവയൊക്കെ എടുത്ത് കഴിയുമ്പോൾ മുഷിങ്ങുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഷാമ്പു വാഷ് ചെയ്യുക, എന്നിട്ട് സ്പിൻ ചെയ്യരുത്. ഷാമ്പുവിനകത്ത് മുക്കിയിട്ട് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് അതേപടി ഇട്ട് ഉണക്കുക. ഒരു കാരണവശാലും പിഴിഞ്ഞ് ഇത് വെള്ളം കളയരുത്. അതിപ്പോൾ എത്ര വില കുറഞ്ഞ തുണിയാണേലും വില കൂടിയ തുണിയാണേലും അങ്ങനെ ചെയ്ത് നോക്കും. പിന്നെ നമുക്ക് ചിലത് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് അറിയാം.
ഇതിനകത്ത് ഇട്ട് അലക്കാം, വാഷിംഗ് മെഷീനകത്ത് ഇട്ട് അലക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യാവുള്ളൂ. ചാടിക്കയറി അങ്ങനെ ചെയ്യേണ്ട രീതിക്ക് അല്ലാതെ ചെയ്തിട്ട് അത് കേട് വന്നു കഴിയുമ്പോൾ ഈ സാരിയില്ലേ പക്ക മസ്റ്റാർഡ് യെല്ലോയാണേ ഇത്. പക്ഷെ ഇതിനകത്ത് കാണുമ്പോൾ, വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ഇവിടെ പറയാം, കട്ട് ചെയ്തിട്ട് പറഞ്ഞതാ, ഭയങ്കര ഓവർ തിളക്കമുള്ള ഓവർ ഒരു മഞ്ഞ പോലെ തോന്നുന്നത് നല്ലൊരു സൈസ് മസ്റ്റാർഡ് യെല്ലോ ആയത്. അതിനകത്ത് ഒരു സംശയവും ഇല്ല. ഒരു തെളിഞ്ഞു നിൽക്കുന്ന മഞ്ഞയുടെ ഒരു ചില വകഭേദങ്ങൾ എല്ലാവർക്കും ഇഷ്ടമല്ല, അതല്ല ഇത് ശരിക്കും മസ്റ്റാർഡ് യെല്ലോയാണ്. ആ വീഡിയോയിൽ കാണുന്ന അത്രയും ഓവറായിട്ടുള്ള തിളക്കവുമില്ല. ഗ്ലോ ഉണ്ട്, നല്ലതായിട്ട് ഗ്ലോ ഉണ്ട്, ആ വിചിത്ര സിൽക്കിന്റെ ഗ്ലോ ഉണ്ട്, പക്ഷെ ഓവറല്ല കേട്ടോ. വീഡിയോയ്ക്കകത്ത് നമുക്ക് വീഡിയോയും മേളിൽ നിന്നുള്ള ലൈറ്റും അതും എല്ലാം കൂടെ കൂടുമ്പോഴത്തേനെ വ്യത്യാസപ്പെടും. റാണി പിങ്ക് കടിച്ചു തിന്നാൻ തോന്നുന്നു, ഒത്തിരി പോയി കേട്ടോ. ചില കളർ കാണുമ്പോ അല്ലേ നല്ല രസമല്ലേ. നിങ്ങളിത് വെച്ചിട്ട് ചുരിദാർ തയ്ക്കുന്നത്, ഇതിന്റെ ചുരിദാർ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ചുരിദാർ ഷോളെ മാത്രമാണെന്ന് തോന്നുന്നു ഈ ഒരു വർക്ക് വന്നേക്കുന്നത് വന്നിട്ടുണ്ട്, അല്ലാതെ ഡാമൻ പോർഷനിൽ ഇങ്ങനത്തെ വർക്ക് വന്നേക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സാരി കൊടുത്തിട്ട് നിങ്ങൾ എന്നെ എടുക്കണമെന്നറിയോ, കയ്യേൽ വെക്കണം, കയ്യുടെ എൽബോ ലെങ്ത് ഉള്ള. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഇത് അറിയത്തില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, അങ്ങനെ ഒന്ന് ചിന്തിച്ച് കളഞ്ഞേക്കരുത്. ചന്ദ്രൻ അങ്ങനെ ചിന്തിക്കും, നീ ആരാ ഇതൊക്കെ പറയാൻ, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നമ്മളൊരു അഭിപ്രായം പറയാം. നമ്മൾ പെണ്ണുങ്ങൾ അങ്ങോട്ടും കൂടെ ഇരുന്ന് ഡ്രസ്സ് കൂട്ടുകാരൊക്കെ അങ്ങനെ ലെടി ഇങ്ങനെ തയ്ക്കടി, അല്ലടി അങ്ങനെ അല്ലടി എന്നൊക്കെ പറഞ്ഞു എടുക്കത്തില്ല. ആ ഒരു രീതിക്ക് ഞാൻ എടികൂടിയല്ല, ഒരു സ്നേഹത്തിന്റെ ഭാഷ പറയുന്നത്. എൽബോ ലെങ്ത് വെച്ചിട്ട് കയ്യെ വെച്ച് ഇത് വെച്ചിട്ട് കുറച്ച് പ്രാവശ്യം സാരി ആയിട്ട് ഉടുത്ത് കഴിഞ്ഞാത്ത കാര്യം പറഞ്ഞു, ലൈനിങ് വിട്ട് തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് തന്നെ മതി ഷോളായിട്ട്, നല്ല രസമായിരിക്കും കാണാൻ. എന്നിട്ട് ഷോൾ മടക്കി ഈ ഒരു പ്ലീറ്റ്സ് മാത്രമാക്കി ഇങ്ങനെ കഴുത്തെ വഴി ഇട്ട് കഴിഞ്ഞാൽ ഒരു ബസ്സിൽ പാർട്ടി വെയർ ഇടുന്ന ഒരു രീതിയായി. നിങ്ങൾക്ക് ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ എടുക്കാം. റേറ്റ് ഉണ്ടെങ്കിൽ പോലും പല രീതിക്ക് പറ്റും, നല്ല ഭംഗിയാണ്. ഇഷ്ടമുള്ളവർ വാങ്ങിച്ചോളൂ. പറ്റുമെങ്കിൽ സാരി ഫോണും കൂടെ വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.